السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പിതാവ് അത്തിബൽ ഉസ്താദ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ കണിശമായും നിർബന്ധമായും പാലിച്ചിരുന്നു. അത് നാം നിസ്സാരമായി കാണുന്നതാണെങ്കിലും ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും ആ വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് ശരീഅത്ത് നിയമങ്ങൾ അത് വള്ളി പുള്ളി തെറ്റാതെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും കൊണ്ടു നടന്നിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഓരോ വിഷയങ്ങൾ ശരീഅത്തിന്റെ നിയമത്തിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തതെന്ന്, അത് ഇബാദത്തിന്റെ വിഷയത്തിലായാലും മറ്റു സാമൂഹ്യ വിഷയത്തിലായാലും എല്ലാം ഓരോന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഞാൻ ഉണർത്തുന്നത് ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുന്നത് പോലെ തന്നെ ഒരു രാജ്യത്തിന്റെ നിയമങ്ങളും ഉസ്താദ് കർശനമായി പാലിച്ചിരുന്നു. നാം ഇന്ത്യ രാജ്യത്ത് താമസിക്കുമ്പോൾ ഇവിടത്തെ നിയമങ്ങൾ കർശനമായും അത് നിർബന്ധമായിട്ടും പാലിക്കും. ഒരു റോഡ് നിയമങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അത് വളരെ സൂക്ഷ്മമായിട്ട് വളരെ നിർബന്ധമായിട്ടും ആ കാര്യങ്ങളൊക്കെ പാലിക്കും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ മകൻ ബൈക്ക് വാങ്ങിയിട്ട് ആ സന്തോഷവിവരം വല്യപ്പാട് പറയാണ്. എൻ്റെ ഉപ്പാട് ആ ഉപ്പ അവനോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന്, ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വെക്കണം. ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ചെറിയ യാത്രയാണെങ്കിലും എടുക്കരുത്. രണ്ടാമത് അവനോട് ചോദിച്ചു, എത്ര ആളെ കയറ്റാൻ പറ്റുന്നു? അപ്പൊ 2 പേര് ഇറങ്ങും. എന്നാൽ പിന്നെ മൂന്നാമത്തെ ഒരാളെ ഒരു കാരണവശാലും കയറ്റരുത്. അത് നിയമത്തിന് എതിരാണ്. 2 പേരെ കയറ്റാം, മൂന്നാമത്തെ ഒരാളെ ആ ബൈക്കിൽ നീ കയറ്റാൻ പാടില്ല. മറ്റൊന്ന് പറഞ്ഞത്, വണ്ടിയുടെ പേപ്പറുകളും ലൈസൻസും എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. നിയമത്തെ വിട്ട് ബൈക്ക് ഒരിക്കലും ഓടിക്കരുത്. എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും ഞങ്ങളൊരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, 3 മുത്താലിമീങ്ങൾ അല്ലെങ്കിൽ 3 ഉസ്താദ്മാര് ബൈക്ക് പോവുകയാണ്. ഒരു ബൈക്കിൽ 3 ആളെ പോകുന്നത്, അതിൽ ഹെൽമെറ്റും ഇല്ല, തലപ്പാവൊക്കെ ഉണ്ട്. ആ ഉസ്താദ് വാഹനത്തിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവരാണ് ഒരു മാർഗദർശികളാകേണ്ടത്. ശരിക്കും ഇവരെയാണ് ആളുകൾ പിൻപറ്റുന്നത്. അതുകൊണ്ട് ഉസ്താദുമാർ തന്നെ ഇങ്ങനെ നിയമലംഘനം നിയമവിരുദ്ധമായിട്ട് വണ്ടി ഓടിക്കരുത്. പ്രത്യേകിച്ച് ഉസ്താദുമാര് മുത്താലിമീങ്ങൾ ഇവരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട്, റോഡ് നിയമങ്ങൾ, വാഹനത്തിൻ്റെ നിയമങ്ങളൊക്കെ അത് പാലിക്കപ്പെടണം. ഇത് പലപ്പോഴും അങ്ങനെ പറയുന്നത് ഈ ബൈക്ക് ഓടിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ വാഹനത്തിൽ കയറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റ് ഇടും. അത് ചെറിയ ദൂരത്തൊക്കെ പോകുന്നെങ്കിലും ചിലപ്പോൾ ഡ്രൈവർ പറയും, ഉസ്താദ് സീറ്റ് ബെൽറ്റ് ഇടണ്ടാന്ന്. അപ്പോൾ ഉസ്താദ് ചോദിക്കും, അതെന്താണ്? നിയമല്ലേ? നിയമമായതുകൊണ്ട് നമ്മളത് ഇടണം എന്ന് പറഞ്ഞിട്ട് അത് ഡ്രൈവർക്ക് പഠിപ്പിച്ചു. അല്ലെങ്കിൽ കയറിയാൽ ഡ്രൈവറോട് പറയും ബെൽറ്റ് ഇടാൻ. ഡ്രൈവറോട് ചോദിക്കും ലൈസൻസ് കയ്യിലുണ്ടോ. ഇത് UAE ഇവിടുന്ന് ഇന്ത്യയിലായാലും UAE ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. UAE വരുന്നവർക്ക് പറയാം, ഉസ്താദ്മാരൊക്കെ അവിടെ വിസിറ്റിങ്ങിന് വരുമ്പോൾ അവർക്ക് ആദ്യം ഉപ്പ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, നിങ്ങളെ കയ്യിൽ നിങ്ങളെ വിസിറ്റിംഗ് വിസയുടെ രേഖ ഉണ്ടായിരിക്കണം, നിങ്ങളെ ഇവിടെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സീബ്ര ലൈനിൻ്റെ കൂടെ തന്നെ നടക്കണം, അങ്ങനെ നിയമവിരുദ്ധമായി നിങ്ങളൊന്നും ഇവിടെ ചെയ്യരുത്, നിയമത്തിൽ കൂടെ തന്നെ ആകണം പോകേണ്ടത് എന്നൊക്കെ. ഇങ്ങനെ എപ്പോഴും നിയമത്തിൻ്റെ ഉള്ളിൽ ഡ്രൈവിംഗ് എടുക്കൽ ഉസ്താദിന് ഇഷ്ടമാണ്. അത് ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ അവരോട് പഠിക്കാൻ പറയും, ആളുകൾ ഖിദ്മത്ത് ചെയ്യാനാണെന്ന് പറയും. ഞാനും ഡ്രൈവിംഗ് എനിക്ക് വലിയ ആഗ്രഹമായി പഠിക്കാൻ ഞാൻ ചെന്ന് ചോദിച്ചു, പാടി ഞാൻ ഡ്രൈവിംഗ് പഠിക്കട്ടെ UAE നിന്ന് അലൈൻ നിൽക്കുമ്പോൾ. അപ്പം അന്ന് എന്നോട് പറഞ്ഞത് ഒരു എൽമാണ്, ഡ്രൈവിംഗ് പഠിക്കൽ ഒരു എൽമാണ്, അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറ്റും, കുറേ ആളുകൾക്ക് ഉപകാരപ്പെടും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആളുകൾക്ക് സേവനം ചെയ്യാം എന്ന നിയ്യത്തിൽ ഡ്രൈവിംഗ് പഠിച്ചോ, എന്നാൽ പഠിക്കുന്നതിന് മുഴുവൻ കൂലി കിട്ടും, നല്ല നിയ്യത്തിലായതുകൊണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ വിഷയത്തിലും അങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു അവസരത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ മാനിറച്ചി കൊണ്ടുവന്നിരുന്നതാണ്, മാനിൻ്റെ ഇറച്ചി. അപ്പോൾ ഈ വീട്ടുകാർ വളരെ സന്തോഷം പറഞ്ഞു, മാനിൻ്റെ ഇറച്ചിയാണ്, മാനിൻ്റെ മാംസമാണ്. അപ്പോൾ
ഉസ്താദ് അയാളോട് ചോദിച്ചത് ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ഈ മാനിനെ അറക്കൽ അല്ലെങ്കിൽ മാനിനെ പിടിക്കൽ നിയമം അനുകൂലിക്കുന്നുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞു നിയമം അനുകൂലിക്കുന്നില്ല, അത് പിടിക്കാൻ പാടില്ല എന്നാണ്, ഗവൺമെൻറ് നിയമം പിടിക്കാൻ പാടില്ല. എങ്കിൽ ഉസ്താദ് എനിക്ക് ആ മാംസം വേണ്ട, എനിക്ക് ആ മാനിൻ്റെ മാംസം വേണ്ട, ഞാനത് കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നിയമവിരുദ്ധമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് അത് വിരുദ്ധമാണ്, അതുകൊണ്ടാണ് എനിക്ക് ആ മാംസം വേണ്ട എന്നിട്ട് പറഞ്ഞിട്ട് അത് ഒഴിവായൊരു സംഭവം നമ്മൾ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൾക്ക് 17 വയസ്സായപ്പോൾ 16-17 വയസ്സായപ്പോൾ ഞാനിങ്ങനെ ഉപ്പാടത്ത് കല്യാണക്കാരും ചോദിച്ചപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചു. എന്നോട് ചോദിച്ചു ഗവൺമെൻറ് നിയമത്തിൽ കല്യാണം കേൾക്കാൻ. ഞാൻ പറയും 18 വയസ്സാണ്. അപ്പോൾ എന്നോട് 18 വയസ്സാട്ടെ, 18 വയസ്സായിട്ട് ആലോചിക്കുക, അതിന് മുന്നേ നിയമം അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ ആലോചിക്കണ്ടായിരുന്നു. ഇങ്ങനെയല്ല നിയമം. അതായത് ഇപ്പോൾ വോട്ടവകാശം വരികയാണെങ്കിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്യും, അത് മറ്റുള്ളവർ പറയും ചെയ്യും. വരുന്ന തൻ്റെ അനുയായികളോട്, തന്നെ കാണാൻ വരുന്നവരോടൊക്കെ വോട്ട് ചെയ്യണം, വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് പറയും. നാട്ടിലുള്ള സമയത്തൊക്കെ നേരത്തെ പോയിട്ട് വോട്ടവകാശം വിനിയോഗിക്കും. കുടുംബത്തിൽ ഗൾഫിലാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരോടും ഉമ്മയോടും ഞങ്ങളോടൊക്കെ വോട്ട് രാവിലെ പോയി ചെയ്യണമെന്ന് പറയും. അതൊരു ഇന്ത്യൻ പൗരൻ്റെ ഒരു അവകാശമാണ്. ഇങ്ങനെ നിയമത്തിൻ്റെ കാര്യത്തിലൊക്കെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ എപ്പോഴും പാലിക്കും. അതുപോലെ ഈ രാജ്യത്തോടൊരു കൂറ് ആളുകളൊക്കെ പറയും. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇപ്പോൾ എപ്പോഴും എല്ലാവരും പറയും ഈ രാജ്യത്തിന് കേട് വരുന്നൊരു വർത്തമാനം നമ്മൾ പറയരുത്, ഈ രാജ്യത്തിൻ്റെ ഒരു കേട് വരുന്ന വർത്തമാനം. UAE-യിലാകുമ്പോൾ അവിടെ നിന്ന് പറയും അവരോടൊക്കെ ആ രാജ്യത്തിന് കേട് വരുന്ന ഒരു പ്രയാസം വരുന്ന സംസാരം നമ്മുടെ നാവുന്നുണ്ടാകരുത്, അത് ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഉസ്താദ് ശരീഅത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാനും അത് മറ്റുള്ളവർക്കത് പഠിപ്പിച്ചു കൊടുക്കാനും വളരെ താല്പര്യം ഉസ്താദ് കാണിച്ചിരുന്നു. അതുകൊണ്ട് ഈ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ നാം പാലിക്കണം. അത് ഈമാനിൻ്റെ ഭാഗമാണ്. അതിൽ രാജ്യത്ത് നിൽക്കുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ഉസ്താദ് ഈ സൂഫികളൊക്കെ അങ്ങനത്തെ ഒരു രൂപമായിരുന്നു. അവരെല്ലാ നിയമങ്ങളും പാലിച്ച് അങ്ങനെയൊക്കെയാണ് അവർ ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃകാ ജീവിതമായിരുന്നു ഇവിടെ. അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും അവരുടെ മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന അവിടുത്തെ മാതൃക മുഴുവൻ പിൻപറ്റി ജീവിക്കുന്ന ആളുകളാണ്. നമുക്കും ആ മാർഗത്തിലൂടെ ആ ജീവിതം നമുക്കും പാഠമായി അത് നമ്മൾ കെട്ടിപ്പടുത്ത് നമുക്കും അങ്ങനെ ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.